കൺസിഡർ ദിസ് ആസ് എ സെക്കൻഡ് വ്ലോഗ് ഗൈസ്. ഓക്കെ, സോ നമുക്കൊരു ചായ കുടിക്കാൻ പോകാം. അപ്പോൾ സമയം പിന്നെ അവിടെ പോയി കുറച്ച് ബൈക്സ്, കുറച്ച് ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചർ. വൈറ്റ് കളർ റീപെയിൻറ്റ് ചെയ്താണോ? പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് ജോബ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് അതല്ലടാ. നമ്മൾ സാറിനെ ഇവിടെ നൈറ്റേ വരാറുള്ളൂ ചായ കുടിക്കാൻ അല്ലേ? രാവിലെ നോക്കി എന്ത് ഈവനിങ് എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ. ലൈവ് ആട്ടോ, ബിയറൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുള്ള കാശൊന്നും ഞങ്ങളുടെ എടാ തോന്നിയാസം പറയില്ല നീ. നമ്മൾ സ്ഥിരം ഈ ഒരു സൺഡേ ഒരു വീക്കെൻഡൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ചായ കുടിക്കാൻ പോകും. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ ജോലി ബിസിനസ്സിൻ്റെയൊക്കെ പ്രഷറൊക്കെ ഒന്ന് മാറണ്ടേ. അപ്പോൾ ആ ബൈക്ക് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വെറുതെ ഒരു നമ്മുടെ സ്ഥലം 1-2 സ്പോട്ടുകളുണ്ട്. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതാ വരുന്നവൻ അവനൊരുത്തൻ അങ്ങനെ കുറച്ചൊരു ഗ്യാങ് ഉണ്ട്. ഒരു രസമാണ്. ഇടയ്ക്ക് ഇങ്ങനെ പോയി ചുമ്മാ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ഇത് ബോയ്സിന് നിങ്ങൾക്ക് ഫ്രണ്ട്സിനത് മനസ്സിലാവില്ല. നമ്മൾ ചായ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ. നാളെ ഒരു ചായക്കട എങ്ങനെ ഇടാം, ഇട്ടാൽ എത്ര രൂപ വരുമാനം ഉണ്ടാവും, ആ ചായക്കട എത്ര രൂപ ഇൻകം ഉണ്ട്, പിന്നെ അവിടെ പോയി കുറച്ച് ബൈക്സ്, കുറച്ച് ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചർ, പിന്നെ ചുമ്മാ അല്ലറ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മളുള്ള കളമശ്ശേരി ഡെക്കാത്തലിനോടെയാണ് ഒരു വീഡിയോ എടുക്കാൻ വന്നാൽ. കൺസിഡർ ദിസ് ആസ് എ സെക്കൻഡ് വ്ലോഗ് ഗൈസ്. ഓക്കെ, സോ നമുക്കൊരു ചായ കുടിക്കാൻ പോകാം. അപ്പോൾ സമയം 5:30, നമുക്കൊരു 6 മണിയാകുമ്പോൾ എത്തണം. ഓക്കെ, ചായ അടിച്ച് ഇതാണ് ജയ്മോൻ. കേട്ടോ, ക്ലീൻ ബിൽഡാണ്, ക്ലീൻ ബിൽഡ്. അലോയും ചേരുന്നുണ്ട്. റീപെയിൻറ്റ് ചെയ്താണോ? വൈറ്റ് കളർ റീപെയിൻറ്റ് ചെയ്താണോ? പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് ജോബ്.
പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് അതല്ലടാ. നമ്മൾ സാറിനെ ഇവിടെ നൈറ്റേ വരാറുള്ളൂ ചായ കുടിക്കാൻ അല്ലേ. രാവിലെ നോക്കി എന്ത് ഈവനിങ് എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് അടക്കും. വീണ നീന്താൻ നമുക്ക് അറിയാലോ. തീർന്നു പക്ഷെ കൊള്ളാം അല്ലേ. സത്യം ഇങ്ങനെ പാല് കിട്ടിയാൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. രാത്രി നമ്മൾ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് സീസണായിട്ട് വല്ല ഇടുന്നാണോ അറിയാലോ. പക്ഷേ ഐലൻഡൊക്കെ രസമുണ്ട്. ഇതിപ്പോൾ ആർക്കെന്താണെന്ന് അറിയാം. ഈ ഐലൻഡ് ഉണ്ടോ, ഈ ക്രോസ് ഐലൻഡ് ഉണ്ടോ, മറ്റേ ഇത് മറ്റേ ഓഫ് റോഡേഴ്സ് ഉണ്ടല്ലോ, എക്സ്പ്രസ്, റാലി അല്ലെങ്കിൽ ഹിമാലയൻ, ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും. നോക്കി ആ ട്രെയിൽ പോയിട്ട് ഓടിക്കാനകത്ത് നല്ല ഇടിയും കിട്ടും ആൾക്കറിയുന്നത്. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്താണ് സമാധാനം? ഇതുപോലെ ഇവിടെ കുറച്ച് നേരം വന്ന് ഒരു ചായയോ ഒരു ലൈമോ ഒക്കെ കുടിച്ച് ബൈക്കിൽ കുറച്ച് നേരം ഇങ്ങനെ വന്നിരിക്കുന്നതാണ് സമാധാനം. ഉള്ള ചെറിയ എക്സ്പെൻസിലുള്ള വലിയ സന്തോഷങ്ങൾ അല്ലടാ. അതെ അതെ, പീസ്ഫുൾ അല്ലേ? പീസ്ഫുൾ സത്യമല്ലേ? അതെ അതെ. ലൈവ് ആട്ടോ, ബിയറൊന്നും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുള്ള കാശൊന്നും ഞങ്ങളുടെ വീട്ടിലെ കാശ്. എടാ തോന്നിയാസം പറയില്ല നീ. അവരിങ്ങനെ പലതും പറയും, നമ്മളൊന്നും കാര്യമാക്കണ്ട. ഇത് കടമക്കുടി അല്ലേ? കടമക്കുടി. കടമക്കുടിയിൽ ഇപ്പുറത്തൊരു സൈഡാണ് നമ്മുടെ. അത് മറ്റേ കണ്ടെയ്നറിൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്. കൊച്ചിലുള്ളവർക്ക് അറിയായിരിക്കും ഈ സ്പോട്ട്. ബട്ട് ഇറ്റ്സ് എ നൈസ് സ്പോട്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒന്നിടയ്ക്ക് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ട് അടുത്ത വീക്കെൻഡ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലൂടെ ഡൈവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ശരിയല്ലേ? ഇടയ്ക്കൂടെ ബൈക്കേഴ്സൊക്കെ ഇറങ്ങും. ഇതൊരു പ്രശ്നമുള്ള നല്ല ഏരിയ ആണ്. വൈകുന്നേരം ഒരു 12 മണി 1 മണി വരെയൊക്കെ ഈ സ്പോട്ട് ഓപ്പണാണ്. ഇത് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, സ്ഥിരം വന്നിരിക്കുന്നൊരു ഏരിയ ആയതുകൊണ്ട് യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ചെയ്ത് നമുക്കൊക്കെ എന്ത് പ്രൊമോഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. പ്രൊമോഷനൊന്നും കിട്ടൂല, ഒരാരാന്ന് ചോദിക്കും. അതെ അതെ. അപ്പോൾ ബൈ ഗൈസ്, സോ നെക്സ്റ്റ് ടൈം കാണാം. സൈനിങ് ഓഫ്, ടീം ഇൻ ബ്ലാക്ക്.